അപ്പൊ അതിനെ അംഗീകരിച്ച് തലയിൽ കയറ്റുന്നതോ ശരിയല്ല, അതിനെ നിഷേധിക്കുന്നതോ അത്രയും ശരിയല്ല. അങ്ങനെയൊക്കെ ചില സംഗതികൾ ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക. ഇത് മാത്രമാണ് ഒരു സത്യവിശ്വാസിക്ക് മുമ്പിലുള്ള വഴി. ആ മാതിരിയുള്ള വടക്കിന്റെ മാർഗങ്ങളിൽ നിന്ന് അള്ളാഹു തന്നെ കാത്തുരക്ഷിക്കുമെന്ന ഉത്തമ ബോധ്യം ഒരുവന് വന്നു കിട്ടണം. അതാണ് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം. എന്റെ റബ്ബ് മതി എന്നെ കാക്കാന്നുള്ള അവസ്ഥ വരണം. അള്ളാഹു കാക്കുകയും ചെയ്യും. ഓരോന്നിനെയും ഓരോ കോലത്തിലല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പൊ ജിന്നിനെ സൃഷ്ടിച്ച മാതിരിയാ മനുഷ്യനെ അല്ല, മനുഷ്യനെ മണ്ണുകൊണ്ടാണ്, ജിന്നിനെ തീയോണ്ടാണ്. അപ്പൊ തീയോണ്ട് സൃഷ്ടിച്ചപ്പെട്ട പ്രത്യേകത എന്താ? ഈ സാധനത്തിന്റെ ചോട്ടുള്ളത് എന്താണ്? തീയോണ്ട് ഉണ്ടാക്കിയവന് കാണാൻ പറ്റും, നിങ്ങൾക്കും എനിക്കും കാണാൻ പറ്റൂല. നിങ്ങളുടെ എന്റെ സൃഷ്ടിപ്പ് വേറെയാണ്. ഈ സാധനത്തിന്റെ അടിയിൽ ഇപ്പൊ എന്താ കിടക്കണമെന്നുള്ളത് ഇവിടെ നിന്നുകൊണ്ട് തുറന്നു നോക്കാതെ ജിന്നിന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ജിന്നിനെ സേവിച്ച ആണും പെണ്ണും ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കണത്. ചില ആൾക്കാർ അതിനെ അംഗീകരിച്ചിട്ട് തലയെ കയറ്റുന്നു, ചില ആൾക്കാർ അതില്ല എന്നറിഞ്ഞ് നിഷേധിക്കുന്നു. രണ്ടു കൂട്ടർക്കും തെറ്റുപറ്റിയിരിക്കുന്നു. അംഗീകരിച്ച് തലയിൽ കയറ്റാൻ പോകേണ്ട ആവശ്യമില്ല, അത്ര നല്ലൊരു കാര്യമൊന്നുമല്ലത്. ജിന്നിനെ സേവിക്കലും ശൈത്താനെ സേവിക്കലും അത്ര നല്ല കാര്യമല്ല. പക്ഷേ അതിനെ നിഷേധിക്കാൻ പോണതും അബദ്ധാണ്. കാരണം അതുള്ള കാര്യമാണ്. ഉള്ളതിനെന്തിനാ നിഷേധിക്കാൻ പോണ്? പണ്ടം പോയിട്ടുണ്ടെന്ന് പോയി പറഞ്ഞാൽ പണ്ടം എന്നോടുത്തുണ്ടെന്ന് ജിന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ പോയി തപ്പിയാ പണ്ടം കിട്ടും ചെയ്യും. എങ്ങനെ സംഗതി? ഇതാണ് സംഗതി. ജിന്നിനെ നമ്മൾ അഗ്നി കൊണ്ടുണ്ടാക്കി എന്ന് അള്ളാഹു പറയും. ആ അഗ്നി കൊണ്ടുണ്ടാക്കിയ ജിന്നിന് അത്ഭുത ശക്തിയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ തെളിവാണ്. ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി. സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം അങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ ആരാ കൊണ്ടുവരാന്ന് ചോദിച്ചു. പരിശുദ്ധ ഖുർആൻ പറയാം, ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി. ജിന്ന് വർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് എന്നവൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. എപ്പോ? എത്ര പെട്ടെന്ന് വേണോ ഒപ്പം ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. അപ്പൊ ജിന്നിന് ശക്തിയുണ്ട്. അതൊക്കെ ഖുർആൻ മൂലം തെളിഞ്ഞ കാര്യമാണ്. ഈ ജിന്നിനെ സേവിക്കാൻ മനുഷ്യന് കഴിഞ്ഞൊന്നും വരും. ജിന്നിനെ മാത്രമല്ല ശൈത്താനും സേവിക്കാം. അങ്ങനെ ലോകത്ത് വലിയ വലിയ ദുർമന്ത്രവാദങ്ങളൊക്കെ നടത്തിയിട്ട് പലരും ജീവിക്കുന്നുണ്ട്. അതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷെ അതൊന്നും നല്ല വഴിയല്ല എന്ന് മാത്രം. അപ്പൊ അതിനെ അംഗീകരിച്ച് തലയിൽ കയറ്റുന്നതോ ശരിയല്ല, അതിനെ നിഷേധിക്കുന്നതോ അത്രയും ശരിയല്ല. അങ്ങനെയൊക്കെ ചില സംഗതികൾ ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക. ഇത് മാത്രമാണ് ഒരു സത്യവിശ്വാസിക്ക് മുമ്പിലുള്ള വഴി. ആ മാതിരിയുള്ള വടക്കിന്റെ മാർഗങ്ങളിൽ നിന്ന് അള്ളാഹു തന്നെ കാത്തുരക്ഷിക്കുമെന്ന ഉത്തമ ബോധ്യം ഒരുവന് വന്നു കിട്ടണം. അതാണ് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം. എന്റെ റബ്ബ് മതി എന്നെ കാക്കാന്നുള്ള അവസ്ഥ വരണം. അള്ളാഹു കാക്കുകയും ചെയ്യും.